أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا صدق الله العظيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. സൂറത്തുൽ ഫുർഖാൻ 27, 28, 29 മൂന്നായത്തുകളാണ് നമ്മളിപ്പോൾ ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നേ ദിവസം അക്രമിയായ ആ മനുഷ്യൻ അവൻ്റെ വിരൽ കടിക്കും. യഖൂലു, അയാൾ പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല, ഞാൻ പ്രവാചകനോടൊപ്പം മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എനിക്ക് വന്ന നാശമേ, ഞാൻ ഇന്നയാളെ കൂട്ടുകാരനായി കൂടെ കൂട്ടാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, നേരായ മാർഗം എനിക്ക് വന്നതിന് ശേഷവും അയാൾ എന്നെ തിന്മയിലേക്ക് തിരിച്ചു കളഞ്ഞല്ലോ. തീർച്ചയായും പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫുർഖാനിന്റെ വിശദീകരണത്തിലേക്ക് നാം മടങ്ങുകയാണ്. നമ്മുടേതല്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് വിശുദ്ധ റമളാൻ, അതിനുശേഷമുണ്ടായ ചെറിയ ചില കാരണങ്ങൾ, 1-2 ക്ലാസ്സുകൾ നമുക്ക് മിസ്സായെങ്കിലും നാം തുടങ്ങി വെച്ച സൂറത്തുൽ ഫുർഖാനിന്റെ വിശദീകരണത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ക്ലാസ് എത്തി നിൽക്കുന്നത്. അതിൽ തന്നെയാണ് നാം തുടരുന്നതും ഇൻഷാ അല്ലാഹ്. ഖുർആനിലെ കൂട്ടുകാർ എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. സുഹൃത്ത് ബന്ധത്തിന്റെ ആഴവും അതിൻ്റെ തീവ്രതയും, ധാർമ്മികമായ സുഹൃത്തുക്കൾ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയും സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ കാഫിലയുടെ മുമ്പിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വളരെ ഭംഗിയായ നിലയിൽ സ്നേഹബന്ധത്തെയും സൗഹൃദത്തെയും ഇസ്ലാമിക മാനദണ്ഡങ്ങളിൽ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നതിന് പുതിയ വഴികൾ തേടുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് കാഫിലയുടെ ശൈലി. ഈ യാത്രാസംഘം സൗഹൃദത്തിന്റെ യാത്രാസംഘമാണ്. ധാർമ്മിക സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്താണ്? ഖുർആൻ വരച്ചു കാണിക്കുന്ന കൂട്ടുകാർ ആരൊക്കെയാണ്? ആരെയാണ് സുഹൃത്തായി നാം കൂടെ കൂട്ടേണ്ടത്? നാം എല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, വിവിധ പ്രായങ്ങളുള്ളവരാണ്. ഓരോ പ്രായത്തിലും നമുക്ക് സൗഹൃദങ്ങളുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. എല്ലാ വിഷയത്തിലും ദീനിയായ മാനദണ്ഡങ്ങൾ നമുക്ക് നിശ്ചയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന സൗഹൃദങ്ങളിലും കൃത്യമായ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള
കാര്യങ്ങൾ ചെയ്യുവാനും നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് നമുക്കിഷ്ടമുള്ളത് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും സമ്പൂർണമായ നിലയിൽ ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരികയും എന്നിട്ട് നിനക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യരുത്, നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകരുത് എന്ന് നിയമങ്ങൾ അവതരിപ്പിക്കുകയും പ്രവാചകന്മാരിലൂടെയും അവന്റെ പരിശുദ്ധമായ കലാമുകളിലൂടെയും ജീവിതത്തിന് കൃത്യമായ ഒരു ഫോർമുല നിശ്ചയിക്കുകയും ചെയ്തു അല്ലാഹു തആല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കുന്നുണ്ടോ? ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തരികയും അതിനുതകുന്ന ആരോഗ്യവും ശാരീരികമായ ക്ഷമതയും നൽകുകയും എന്തും ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും സാഹചര്യങ്ങൾ അതിനെയൊക്കെ ഭംഗിയായ നിലയിൽ ഒരുക്കി തരികയും എന്നാൽ എന്തും ചെയ്യാൻ പാടില്ല എന്ന് പിന്നീട് കൽപ്പിക്കുകയും അതിനുവേണ്ടി നിയമങ്ങൾ അവതരിപ്പിക്കുകയും അള്ളാഹുവിന്റെ കലാമു സഹിതമുള്ള പരിശുദ്ധ ഖുർആൻ സഹിതമുള്ള ഗ്രന്ഥങ്ങളെ അവതരിപ്പിക്കുകയും അത് പറയുവാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യങ്ങൾ ഉള്ളതിനോടൊപ്പം തന്നെ എങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകളെ മനുഷ്യൻ അനുസരിക്കുന്നു എന്നുള്ളതിന്റെ പരീക്ഷണമാണ് നാം അനുഭവിക്കുന്ന ദുനിയാവിലെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സാഹചര്യങ്ങളും. നമ്മളുടെ മുമ്പിൽ ഹറാമായ പല കാര്യങ്ങളും അതിന്റെ പരിപൂർണ രസാനന്ദങ്ങളോടും കൂടി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കും. അതൊക്കെ ആസ്വദിക്കാൻ നമ്മുടെ മനസ്സിന് കൊതിയുണ്ടാകും, അവയവങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള ശേഷിയും ഉണ്ടാകും. പക്ഷെ അതിനിടയിൽ പരിശുദ്ധ ഖുർആൻ വരുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ വരുന്നു, ശരീഅത്തിന്റെ നിയമങ്ങൾ വരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടാവും, പക്ഷെ നീ അത് ചെയ്യാൻ പാടില്ല. നിനക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും, പക്ഷെ അത് വലിയ രസമുള്ള സാധനമൊന്നുമല്ല. നിനക്ക് ഈ ദുനിയാവിൽ എന്തും ചെയ്യാം, പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് അത് എന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. ചോദ്യത്തിന് വ്യക്തമായി മറുപടി കൊടുത്തില്ലെങ്കിൽ നല്ല ശിക്ഷ ഉണ്ടാവും. പറയുന്നതനുസരിച്ചാൽ സ്വർഗം തരാം, അതല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. നാം നമ്മളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതിനനുസരിച്ചിട്ടാണ് എന്റെയും നിങ്ങളുടെയും ദീൻ പരുവപ്പെടുകയും ചെയ്യുന്നത്. താടി വളർത്തിയാൽ അതിന് പുതിയ കാലത്തും പുതിയ രീതികളിലും അൽഹംദുലില്ലാ ഒരു ഫാഷന്റെ ഒരു ശൈലിയും അത് ഒരു ഗൗരവത്തിന്റെ പ്രകൃതവുമായിട്ടൊക്കെ പുതിയ കാലത്ത് പുതിയ രീതിയിൽ മനസ്സിലാക്കപ്പെടാൻ തുടങ്ങിയപ്പോ എല്ലാവരുടെയും മുഖത്ത് ഭംഗിയായ ധാടികൾ വന്നു. ആ ധാടിക്ക് നല്ല ഷേപ്പ് ഉണ്ടായി. കാരണം എല്ലാവരും താടി വെക്കുകയാണ്. വിരാട് കോഹ്ലിക്കും താടിയുണ്ട്. പുതിയ പുതിയ സിനിമാ നടന്മാരും താടി വെച്ചുകൊണ്ടാണ് വരുന്നത്. താടി വെക്കലാണ് വ്യക്തിത്വം, അതിലാണ് പൂർണ്ണത, പൗരുഷം അതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. എല്ലാവരുടെയും മുഖങ്ങളിൽ താടി വന്നു. കുറെ കാലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വടിക്കരുത്, ഹറാമാണ്, ഭയങ്കര അദാബ് ഉണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കില്ല. അതെത്ര ഗൗരവത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് കിടന്നു വന്നു. ഏതിനെയാണ് നാം സ്വീകരിച്ചത്, എന്തിനെയാണ് മാനദണ്ഡമാക്കിയത്? ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുകളും ദീനിന്റെ നിർദ്ദേശങ്ങളും വരുമ്പോ ഏത് മനസ്സോടുകൂടി അതിനെ നാം സ്വീകരിക്കുന്നു, അതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. അതിൽ നാം എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു, അതിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇതേപോലെയാണ് സുഹൃത്ത് ബന്ധങ്ങളിലും. നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ കൂട്ടുകാർ അവരാരായിരിക്കണം, ആരാകണമെന്നാണ് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഫ്രണ്ടിൽ വരണം. ആരായിരിക്കണമെന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്.
അങ്ങനെ നമുക്ക് തോന്നുന്ന ആളുകളെയൊക്കെ സുഹൃത്തുക്കളായി കൂടെ കൂട്ടാൻ കഴിയോ? നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് രസകരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ നമ്മളുടെ സുഹൃത്തുക്കളായി നമ്മുടെ സൗഹൃദങ്ങളോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുമോ? ആരാണ് നമുക്ക് സൗഹൃദങ്ങളുടെ അതിർവരമ്പുകളെ നിശ്ചയിച്ചു തരേണ്ടത്? ദീനുൽ ഇസ്ലാമിന് അതിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നാം ഈ ഓതി വെച്ച ആയത്തുകൾ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകളെ രേഖപ്പെടുത്തുന്ന ആയത്താണ്. ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്ന പേരിൽ ഒരു പ്രമുഖനുണ്ടായിരുന്നു മക്കയിൽ. മക്കയിൽ അയാൾ വലിയ പ്രമാണിയാണ്. അയാളുടെ കീഴിൽ ധാരാളം അടിമകളുണ്ട്. ഒരുപാട് അനുയായികളുള്ള മനുഷ്യനാണ്. സാധാരണ നിലയിൽ മക്കയിൽ സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ് ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത്. എന്ത് കാര്യങ്ങൾക്കും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദാരമതിയായ ഒരു മനുഷ്യൻ. സാധാരണ നിലയിൽ കച്ചവടത്തിന് അദ്ദേഹം യാത്ര ചെയ്യലുണ്ട്, വെളിനാടുകളിലേക്ക് പോകലുണ്ട്. അവിടെ നിന്ന് മടങ്ങി വരുമ്പോ അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് തനിക്ക് കിട്ടിയ ലാഭത്തിന്റെ ഒരു വിഹിതം കൊണ്ട് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിന്റെ ഉദാരതയും അയാളുടെ മഹാമനസ്കതയും അയാൾക്ക് ആ സമൂഹത്തിലുണ്ടായിരുന്ന സ്വാധീനവും എല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഭംഗിയായ നിലയിൽ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ദീൻ സ്വീകരിച്ചിരുന്നില്ല. അബൂജഹലിന്റെ കൂടെയായിരുന്നു, ഉബയ്യ് ബിൻ ഖലഫിന്റെ കൂടെയായിരുന്നു, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂടെയായിരുന്നു. എങ്ങനെ കൂടാതിരിക്കും? അവരാണ് പ്രമാണിമാർ, അവരാണ് അവരുടെ നാദിയിലെ പ്രമുഖർ. നാദി സദസ്സിലെ പ്രമുഖർ അവരാണ്. ആ പ്രമുഖരുടെ കൂടെയാണ് ഉഖ്ബയുടെയും സ്ഥാനം. പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിന് ഇങ്ങനെയുള്ള കുറെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് അയാൾ വരികയാണ്. വന്നപ്പോ നല്ല ലാഭം കിട്ടി. ആ സമയത്ത് മുഴുവൻ ആളുകളെയും സാധാരണ പോലെ അയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും സുഭിക്ഷമായ ഒരു ഭക്ഷണം അദ്ദേഹം ഒരുക്കാണ്. ഭയങ്കരമായ ഒരു വിരുന്ന്. ആ വിരുന്നിലേക്ക് ഖുറൈശികളുടെ രാജകുമാരനായ നമ്മുടെ മനസ്സിന്റെ സുൽത്താനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ക്ഷണിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മക്കയിലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ പ്രബോധനങ്ങളുമായി, ദീനുമായി, ദഅവത്തുമായിട്ടൊക്കെ സജീവമാകുന്ന സമയമാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ കൂടെ കൂടിയ അനുയായികളെയൊക്കെ ശക്തമായി പീഡിപ്പിക്കുകയും ആ വിഷയം അതങ്ങനെ കത്തി നിൽക്കുകയും ചെയ്യുന്ന സമയമാണ്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഖുറൈശികൾക്കിടയിൽ സ്വീകാര്യമായ വ്യക്തിത്വം തന്നെയാണ്. ഇത് പറഞ്ഞതാണ് കുഴപ്പം. തബ്ബല്ലക യാ മുഹമ്മദ്, എന്ത് പറ്റി മുഹമ്മദേ, നിനക്ക് നാശം, ഇതിനാണോ ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്നാണ് അബൂ ലഹബ് ചോദിച്ചത്. പോകാതിരുന്നില്ല. വിളിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ അബൂ ലഹബ് പോകാതിരുന്നോ? പോകാതിരിക്കാൻ അവർക്കാവില്ല. അത്രയും സ്വീകാര്യത നബിതങ്ങൾക്ക് അവിടെയുണ്ട്. ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിന്റെ സദസ്സിലേക്ക് അഷ്റഫുൽ ഖൽഖിനെയും ക്ഷണിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി അങ്ങോട്ട് സാധാരണക്കാരനെ പോലെ പൊതുജനങ്ങളിൽ ഇടപെടേണ്ടയാളല്ല. പൊതുസമൂഹത്തിൽ ദീനിന്റെ സംസ്കാരങ്ങളെ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പപ്പെട്ടു. അറബികളെ സംബന്ധിച്ചിടത്തോളം അതിഥികളും അതിഥി സൽക്കാരവും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളും ഇപ്പോൾ അനുഭവിക്കുന്നത്. ഷബാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടപ്ലാവിൽ നമ്മൾ 50 ലക്ഷം രൂപ ടാർഗറ്റ് വെച്ച് ഈ നാടൊന്ന് പരിശ്രമിക്കാൻ തുടങ്ങി. അത് 1 കോടിയിൽ അപ്പുറത്തേക്ക് ചെന്ന് നിൽക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിമിഷ നേരങ്ങൾ കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ഉദാരത എവിടെ നിന്നുണ്ടായതാണ്? നന്മയിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു ഒഴുക്ക് മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച്, സമൂഹങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിന്റെ സംസ്കാരം പേറുന്നവർക്കുണ്ടായത് അത് തലമുറകളോളം കൈമാറി വരുന്ന ഈ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അതിഥികൾ എന്ന് പറഞ്ഞാൽ, അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ
അറബികൾക്കിടയിൽ ചെറിയ കാര്യമല്ല, ഭയങ്കര പ്രൗഢിയാണ് അതിന്. അതിനുവേണ്ടി അവർ ഒരുങ്ങും, തയ്യാറാകും. ഭക്ഷണം വിളമ്പി കഴിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിനോട് പറഞ്ഞു, ഉഖ്ബ, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ നീ എന്റെ മുമ്പിൽ കലിമ ചൊല്ലി കേൾപ്പിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയണം. എന്നാലേ ഞാൻ നിന്റെ ഭക്ഷണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കഴിക്കാതെ പോകും. ഉഖ്ബയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കഴിക്കാതെ പോകൽ അതൊരു പിണക്കത്തിന്റെ സൂചനയാണ്. അത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അതാ സദസ്സൊരു പക്ഷേ അലങ്കോലപ്പെടാൻ, മനസ്സസ്വസ്ഥപ്പെടാൻ അത് കാരണമായി തീരും. ഉഖ്ബ പറഞ്ഞു, ഞാൻ കലിമ ചൊല്ലിയാൽ നീ കഴിക്കുമോ? തീർച്ചയായിട്ടും കഴിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് കലിമ ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചു. ഉഖ്ബ കലിമ ചൊല്ലിയ വിവരം ആ സദസ്സ് അറിഞ്ഞു, അവിടെയുള്ള ആളുകൾ അറിഞ്ഞു. ആ സദസ്സിൽ ഉബയ്യ് ഇബ്നു ഖലഫ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഉബയ്യ് ഇബ്നു ഖലഫ് ഉഖ്ബയുടെ അടുത്ത ചങ്ങാതിയാണ്, ഭയങ്കര സുഹൃത്താണ്, അടുത്ത ഫ്രണ്ടാണ്, വേണ്ടപ്പെട്ട മനുഷ്യനാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിനോട് പറഞ്ഞു, നീ മതം മാറിയോ? ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. നീ കലിമ ചൊല്ലി എന്നറിഞ്ഞല്ലോ. അത് മുഹമ്മദ് ഭക്ഷണം കഴിക്കണമെങ്കിൽ കലിമ ചൊല്ലണമെന്ന് പറഞ്ഞു, കലിമ ചൊല്ലി കൊടുത്തു. ആണോ? എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ നീ മുഹമ്മദിന്റെ മുഖത്ത് പോയി തുപ്പിയിട്ട് വരണം. ഞാൻ നിന്റെ കൂടെ ഇരിക്കണമെങ്കിൽ നഊദു ബില്ലാഹ് നീ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് പോയി തുപ്പിയിട്ട് വരണം, എന്നാലേ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ഉബയ്യ് ഇബ്നു ഖലഫ് മാത്രമല്ല, ഉമയ്യത്ത് ഇബ്നു ഖലഫും കൂടെ കൂടി എന്നാണ് ചരിത്രം. ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്ത് അയാൾ കാർക്കിച്ചു തുപ്പി. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നവൻ കൈകടിക്കും, അന്നവൻ കൈകടിക്കും. യൗമ യഉല്ലു ളാലിമു അലാ യദൈ. ആ അക്രമി, ഖുർആൻ അവനെ വിളിച്ചത് എങ്ങനെയാണ്? ആ അക്രമി അന്ന് അവന്റെ ഇരു കരങ്ങളും കടിക്കും. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. ഖിയാമത്ത് നാളിൽ അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം കാണുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരുടെ സ്ഥാനം കാണുമ്പോ, തങ്ങളെ ചങ്ങാതിയായി കൂടെ കൂട്ടിയവരുടെ സ്ഥാനം കാണുമ്പോ, തങ്ങളോടൊപ്പം അനുചരന്മാരായി കൂടെ നടന്നവരുടെ സ്ഥാനം കാണുമ്പോ അവൻ ഇരുകരങ്ങളും കടിച്ചു നിൽക്കും. അബദ്ധം സംഭവിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കൈ കടിച്ചിട്ടൊന്ന് കൊടയൂലേ? ഒരു വേദന വരുമ്പോ, ഒരു അബദ്ധം ജീവിതത്തിൽ വരുമ്പോ സംഭവിച്ചു പോയല്ലോ എന്ന് അവൻ ഇരുകരങ്ങളും കടിക്കുമെന്നാണ് ഖുർആൻ മുഫസ്സിരിങ്ങൾ എഴുതിയത്. കടിച്ച് കടിച്ച് അവൻ അവന്റെ തോളോളം കടിക്കുമെന്നാണ്. എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. എനിക്ക് മുഹമ്മദിനെ ചങ്ങാതിയായി കൂടെ കൂട്ടിയാൽ മതിയായിരുന്നല്ലോ. യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. എന്തൊരു നാശമാണ്. യാ വൈലത, എനിക്കെന്ത് നാശമാണ് സംഭവിച്ചത്, എന്റെ മൈൻഡ് എങ്ങനെയായി പോയല്ലോ. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അവനെ എനിക്ക് ചങ്ങാതിയായി കൂടെ കൂട്ടണ്ടായിരുന്നല്ലോ, എനിക്ക് അവനെ ചങ്ങാതിയായി കൂടെ കൂട്ടണ്ടായിരുന്നല്ലോ, എനിക്ക് നബിതങ്ങളെ ചങ്ങാതിയാക്കാമായിരുന്നല്ലോ. ആ ഉബയ്യിനെ, ആ ഉമയ്യത്തിനെ, ആ ഗ്യാങ്ങിനെ എന്തിന് ഞാൻ ചങ്ങാതികളാക്കി? യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എനിക്കൊരു നന്മയും അവർ ചെയ്തിട്ടില്ല. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഞാൻ കലിമ ചൊല്ലിയതിനു ശേഷം എന്നെ അവർ വഴിതെറ്റിച്ച് കളഞ്ഞല്ലോ. അവന്റെ അബദ്ധത്തിന്റെ, അവന്റെ ദുഃഖത്തിന്റെ, ഖേദത്തിന്റെ ആഴം എത്രയായിരിക്കും? ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് നന്മ വന്നതിന് ശേഷം അവർ എന്നെ തെറ്റിച്ച് കളഞ്ഞല്ലോ, അവൻ എന്നെ വഴി തെറ്റിച്ച് കളഞ്ഞല്ലോ. അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. പിശാച് മനുഷ്യനെ ചതിക്കുന്നവനാണ്, വഞ്ചിക്കുന്നവനാണ്. സഹോദരങ്ങളെ,
ഇത് ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണ്, സംശയമില്ല. എന്നാൽ ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് മാത്രമാണോ ഈ ആയത്തിന്റെ പ്രതിപാദ്യ വിഷയം? ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് അല്ല പ്രതിപാദ്യ വിഷയം. അവിടെയാണ് ഖുർആനിലെ കൂട്ടുകാർ എന്ന് പറയുന്ന ശീർഷകം പ്രസക്തമാകുന്നത്. നാം ആരെയാണ് കൂടെ കൂട്ടേണ്ടത്? നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ചങ്ങാതിമാർക്ക് ഭയങ്കരമായ റോളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഭയങ്കരമായ റോളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം എല്ലാവരും അനുഭവിക്കുന്നവരുമാണ്. നല്ല ചങ്ങാതിയാണെങ്കിൽ, നല്ല ഫ്രണ്ടാണെങ്കിൽ നമ്മളുടെ സ്വഭാവവും പതുക്കെ നന്നാകും. നിബിധങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്ദരമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാണ്, നല്ല ഒരു കൂട്ടുകാരന്റെയും മോശമായ ഒരു കൂട്ടുകാരന്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് എന്ന് നിബിധങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാമിലി മിസ്ക്, കസ്തൂരിയെ പേറുന്നവനെ പോലെയാണ്. നീ അവന്റെ അടുത്ത് പോയി ഇരുന്നാൽ നിനക്കൊന്നുകിൽ അവൻ കസ്തൂരി തരും. ആ കസ്തൂരി തേച്ച് നിന്റെ ദേഹത്തിലേക്കും നിനക്ക് സുഗന്ധം തേക്കാം. ഒന്നും അല്ലെങ്കിൽ എന്റെ അടുത്ത് പോയി ഇരുന്നാൽ നല്ല മണമെങ്കിലും കിട്ടും, അല്ലെ? കസ്തൂരിയുടെ വാസന കിട്ടും. കസ്തൂരിക്ക് അതിൻ്റെതായ ഒരു വാസനയുണ്ട്. അതൊരു ഭംഗിയായ മണമാണ്, രസകരമായ ആനന്ദദായകമായ ഒരു മണമാണ്. അത്തർ വിൽപ്പനക്കാരന്റെ അടുത്തു പോയിരുന്നാൽ നല്ല സുഗന്ധമെങ്കിലും ലഭിക്കും. നല്ല സുഹൃത്തുക്കൾ അങ്ങനെയാണ്, നല്ല കൂട്ടുകാരെങ്ങനെയാണ്. അവന്റെ കൂടെ ഒരല്പസമയം ഇരുന്നാൽ, അവനോടൊപ്പം ഒരല്പസമയം സഹവസിച്ചാൽ, വലിയ സംവിധാനങ്ങളും സമ്മാനങ്ങളും ഒന്നും അവൻ തന്നില്ല എങ്കിലും നല്ലൊരു സംസ്കാരം കിട്ടും, നല്ലൊരു അദബ് കിട്ടും, നല്ലൊരു മര്യാദ കിട്ടും. ആവശ്യമില്ലാത്തതിലേക്കൊന്നും അയാൾ നമ്മളെ കൊണ്ടുപോയി ചാടിക്കൊന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയിട്ട് അവൻ പതുക്കെ പിന്മാറുകയുമില്ല. നല്ല കൂട്ടുകാരനാണെങ്കിൽ അങ്ങനത്തെ ഒരു നല്ല ഗുണം ഉണ്ടാവും. എന്നാൽ മോശമായ കൂട്ടുകാരൻ ഈ ഉലയിലൂതുന്നവനെ പോലെയാണ്. ഉലയിലൂതുന്നവനെ പോലെയാണ്. ഈ ഉലയിലൂതുന്ന ആലകളിൽ പണിയെടുക്കുന്നവരുടെ ആ ആലയുടെ ഉള്ളിൽ പോയി ഇരുന്നാൽ, നീ അവിടെ പോയി ഇരുന്നാൽ ലഭിക്കുന്ന ദുർഗന്ധം തന്നെ മോശമാണ്. അത് കരിയുടെയും തീയുടെയും മണമാണ്. മാത്രമല്ല, അവിടെ അടുത്തു പോയിരുന്നാൽ ആ ഉലയിലൂടെ വരുന്ന തീക്കനലുകൾ നിന്റെ ദേഹത്ത് വീണാൽ നിന്റെ വസ്ത്രം നശിച്ചു പോവുകയുള്ളൂ. നീ അവന്റെ കൂടെ ഇരുന്നാൽ നിനക്ക് ആ കൂടെ ഇരിക്കുന്നതിന്റെ പേരിൽ ഗുണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമാണ് ഉലയുടെ ഉദാഹരണം പോലെ. അതിനടുത്ത് പോയിരുന്നാൽ നല്ല കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് ഉലയൂതുന്ന ആളുടെ അടുക്കൽ പോയിരുന്നാൽ നിന്റെ വസ്ത്രം നശിക്കാതിരിക്കുന്നില്ല. ആ വ്യക്തിയല്ല കേട്ടോ ഉദാഹരണം. വ്യക്തി നല്ല മനുഷ്യനായിരിക്കും. ആലയിൽ പണിയെടുക്കുന്നവരെല്ലാം മോശം എന്നല്ല പറഞ്ഞത്. ആ വ്യക്തിയല്ല ഉദാഹരണം, ആ പണിയായുധമാണ് ഉദാഹരണം. അവിടെ പോയിരുന്നാൽ നിന്റെ വസ്ത്രം നശിക്കുകയുള്ളൂ. ഇതേപോലെയാണ് നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളും ചീത്തയായ സുഹൃത്തുക്കളും. നല്ല കൂട്ടുകാരുണ്ടാവണം. ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. എങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കണം? നമുക്ക് നമ്മളുടെ ദീനിനെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളാവണം. നമ്മളുടെ ഉള്ള ദീനിനെ ഇല്ലാതാക്കുന്ന സുഹൃത്തുക്കളാകരുത്. കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയും. കോഗ്നിറ്റീവ് ബയസ്, ഈ ബയസുകൾക്ക് പുറകെ നമ്മളെ കൊണ്ടുപോകുന്ന, മുൻധാരണകൾക്ക് പുറകെ നമ്മളെ കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളാകരുത്. ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങൾ നമുക്ക് ചമച്ചു തരുന്ന സുഹൃത്തുക്കളുമാകരുത്. ലോജിക്കൽ ഫാലസി എന്ന് പറയും. കോഗ്നിറ്റീവ് ബയസ് ആൻഡ് ലോജിക്കൽ ഫാലസി. നമ്മളെ ബയസുകളിലേക്കും ഫാലസികളിലേക്കും കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളാകരുത്. മുൻധാരണകൾ, ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങൾ, ദീനിന്റെ വിഷയത്തിൽ നമ്മളിൽ സംശയം ജനിപ്പിക്കുന്നവർ, അനാവശ്യമായ നിലയിൽ ദീനിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവർ, അറിവില്ലായ്മയെ അലങ്കാരമായി കാണുന്നവർ, സുഹൃത്തുക്കളിൽ അങ്ങനെയുള്ളവരുണ്ടാവാൻ പാടില്ല. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രകൃതം രൂപീകരിക്കപ്പെടുന്നത് അവന്റെ സുഹൃത്തുക്കളെ നോക്കിയിട്ടാണ്. ഒരു മനുഷ്യന്റെ പ്രകൃതം രൂപീകരിക്കപ്പെടുന്നത് അവന്റെ സുഹൃത്തുക്കളെ നോക്കിയിട്ടാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനും ബിൽ മുഖാരീനി യഖ്തദീ. നല്ലൊരു പദ്യാണ്.
ഈ ആശയത്തെ ഭംഗിയായ നിലയിൽ കൊണ്ടുവരുന്ന ഒരു പദ്യം. ഒരാളെ പറ്റി കൂടുതൽ അന്വേഷിക്കൊന്നും വേണ്ട, അവന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ മതി. ഒരാളെ പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട, അവന്റെ കമ്പനിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ മതി. നല്ല കമ്പനിക്കാരാണെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും, മോശം കമ്പനിക്കാരനാണെങ്കിൽ മോശം സ്വഭാവമായിരിക്കും. അവന്റെ പ്രകൃതം അങ്ങനെ രൂപീകരിക്കപ്പെടും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യനെ രൂപീകരിക്കപ്പെടുന്നത് അവന്റെ സുഹൃത്തിന്റെ ശൈലികൾക്കനുസരിച്ചിട്ടാണ്. അൽ മർഉ നബി തങ്ങളുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനും നമുക്കങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. ദീനിൽ അതിൽ കൃത്യമായ നിഷ്ഠകളുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തിയെ വിലയിരുത്തപ്പെടുന്നത്, അവന്റെ സംസ്കാരത്തെ രൂപീകരിക്കപ്പെടുന്നത് അവന്റെ സുഹൃത്തുക്കളെ പരിഗണിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് സുഹൃത്തുക്കളെ കണ്ടെത്തണം. നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, ആരെ ചങ്ങാതിമാരായി കൂടെ കൂട്ടണം, ആരുമായി കമ്പനി കൂടണം, ആലോചിച്ച് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് സഹോദരങ്ങളെ. അസ്തിഖാഇന്റെ വിഷയത്തിൽ, സ്നേഹിതന്മാരുടെ വിഷയത്തിൽ, ആരെയാണ് സുഹൃത്തുക്കളായി കൂടെ കൂട്ടേണ്ടത് എന്ന വിഷയത്തിൽ എണ്ണി പറയുന്ന ഗുണങ്ങളുണ്ട്. ചങ്ങാതിമാരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവണം, അതല്ലെങ്കിൽ നമ്മളിലേക്ക് ആ മോശമായ ഗുണങ്ങൾ വരാൻ കാരണമായി തീരും. നബിതങ്ങൾ പറയുന്നുണ്ട്, ചങ്ങാത്തത്തിന്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, ഈമാനുള്ളവരെ ചങ്ങാതികളാക്കണം. ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിനൻ, ഒരു മുഅ്മിനായിട്ടല്ലാതെ, വിശ്വാസത്തിൽ ദൃഢതയുള്ളവനുമായിട്ടല്ലാതെ നീ ചങ്ങാത്തം കൂടരുത്. അല്ലെങ്കിൽ അവൻ നിന്നിൽ വസ്വാസ് ഉണ്ടാക്കും. ചില കുട്ടികൾ നമ്മുടെ സംശയം ചോദിക്കലുണ്ട്, ഉസ്താദേ സുഹൃത്ത് അങ്ങനെ പറഞ്ഞു, സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു. എവിടെ നിന്നോ കേട്ട ചില കാര്യങ്ങൾ, ഏതോ ക്ലാസ്സിൽ കേട്ട ചില കാര്യങ്ങൾ. എന്തിനാണ് മതം? മതത്തിന്റെ ആവശ്യമുണ്ടോ? മതമൊക്കെ ഒരു കോമഡി അല്ലേ? ഈ മതം അനുസരിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇതെന്നു മുതൽ ഉണ്ടായതാണ്? അതിനു മുമ്പ് മനുഷ്യരില്ലായിരുന്നോ? നമ്മൾ എങ്ങനെയാണ് ഉസ്താദേ മറുപടി പറയേണ്ടത്? നമ്മളിൽ സംശയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർ, ബയസുകളും ഫാനസികളും നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നവരായ ആളുകൾ, നിരീശ്വരവാദത്തിലൂടെയാണെങ്കിലും അതല്ലാത്ത തെറ്റായ ധാരണകളിലൂടെയാണെങ്കിലും പ്രാസ്ഥാനികമായ അജണ്ടകളുടെ പേരിലാണെങ്കിലും നമ്മളിലേക്ക് അത്തരം ആശയങ്ങളെ തിരികെ തരുന്നവർ ഈമാനിന് വിരുദ്ധമായ നിലയിൽ നിൽക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം. ആദ്യത്തെ പരിച എന്നുള്ളത് അവരുമായിട്ടുള്ള ചങ്ങാത്തം വേണ്ട എന്നുള്ളതാണ്. ആ ചങ്ങാത്തം നമ്മളുടെ ദീനിനെ ഇല്ലാതാക്കി കളയും. ന്യായീകരണങ്ങളൊക്കെ പിന്നെ, മറുപടികളും പിന്നെ. മറുപടികൾ നമുക്ക് പറയാം, ന്യായീകരണങ്ങളും പറയാം. പക്ഷേ ചങ്ങാത്തം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നമ്മളിലേക്ക് സംശയങ്ങളെ കടത്തിക്കൂട്ടുന്നവരായ ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അത്തരത്തിലുള്ള ന്യായീകരണങ്ങളുടെ മുമ്പിൽ കുടുങ്ങിപ്പോകുന്നവരായി യുവാക്കളായ നമ്മൾ മാറരുത്. ഖുർആൻ നിർദ്ദേശിക്കുന്ന കൂട്ടുകാർ, അതല്ലെങ്കിൽ ഈ ഉഖുബ കടന്ന് കൈകടിക്കുന്നത് പോലെ കടിക്കേണ്ടി വരും. പടച്ചോനെ, ചങ്ങാതികളായി അവർ മതിയായിരുന്നല്ലോ, അവരെന്നെ രാവിലെ സുബഹിക്ക് വിളിച്ചു വിടുമായിരുന്നല്ലോ, അവർ രാവിലെ എനിക്ക് എന്റെ ഫോണിൽ മിസ് കോൾ അടിക്കുമായിരുന്നല്ലോ സുബഹിയുടെ സമയമായി എന്ന് പറഞ്ഞ്. എന്തിനാണ് സുബഹി രാവിലെ എണ്ണിച്ചു പോകുന്നത്? പിന്നെ ആയാലും നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞവനെ എനിക്ക് ചങ്ങാതി ആക്കണ്ടായിരുന്നല്ലോ. അവൻ പറയും, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടി വരും. നല്ല ചങ്ങാതിമാരില്ല എങ്കിൽ. നല്ല ചങ്ങാതിമാരുണ്ടെങ്കിലോ സഹോദരങ്ങളെ, എന്താണ് പദവിയും എന്താണ് സ്ഥാനവും എന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിക്കൊണ്ട് സ്നേഹിതന്മാരാകുന്നവർ ഖാഫില അതിന് മാതൃകയാണ്. മാഷാ അല്ലാഹ്. ദീനിനെ മുൻനിർത്തിക്കൊണ്ട് ചങ്ങാതിമാരാകുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, അൽ മുതഹാബ്ബൂൻ ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. മറ്റ് ചർച്ചകളൊന്നുമില്ല, ദീനിയായ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നവർ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നവർ, മാസത്തിൽ ഒരിക്കൽ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവർ. ഇവിടെ വേറെ ചർച്ചയൊന്നുമില്ല. അത്തരത്തിലുള്ള കൂട്ടങ്ങൾ
പുറത്ത് എത്രയോ കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടങ്ങളിൽ നമ്മളുടെ കണ്ണിനും നമ്മളുടെ കാതിനും ഇമ്പമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ ഇരിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും ഇരിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾക്കറിയുമോ അതിന്റെ പ്രതിഫലം എത്ര വലുതാണ് എന്ന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും നെട്ടോട്ടം ഓടുന്ന ആ സമയത്ത്, മഹ്ശറിന്റെ സമയത്ത്, ചില ആളുകൾക്ക് അല്ലാഹു തആല വലിയ മരതകത്താൽ തീർത്ത, മുത്തുകളാൽ പവിഴങ്ങളാൽ അലങ്കരിച്ച മിമ്പറുകളിൽ, വലിയ ഇരിപ്പിടങ്ങളിൽ ചില ആളുകളെ അല്ലാഹു തആല കയറ്റിയിരുത്തും. അവർ അമ്പിയാക്കളൊന്നുമല്ല, വലിയ നല്ലവരായ ആളുകളുമല്ല, സ്വാലിഹീങ്ങളല്ല, അവർ സിദ്ദീഖീങ്ങളുമല്ല. നബി തങ്ങൾ പറയാണ്. കേൾക്കുമ്പോ ഒരു സഹാബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാണ്, മുട്ടുകുത്തിയിട്ട്. എല്ലാരും തറയിലിരിക്കുന്നു. ആഖിറത്തിൽ വലിയ മിമ്പറുകളിൽ അലങ്കാരത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നവർ അമ്പിയാക്കളല്ല, അത്രേ സ്വാലിഹീങ്ങളോ സിദ്ദീഖീങ്ങളോ അല്ല. നബി തങ്ങൾ പറയുമ്പോ ഒരു സഹാബി ആവേശത്തോടെ മുട്ടുകുത്തിയിട്ട് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, തങ്ങളേത് ആരാണ് എന്നൊന്ന് വിശദീകരിക്കേ, ആരാണ് എന്നൊന്ന് പറഞ്ഞു താ നബിയെ. സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാരാണ് എന്നൊന്ന് പറഞ്ഞു താ നബിയെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്, അവർ കൃത്യമായി റമദാനിൽ നോമ്പെടുക്കുന്നവരാണ്, അവർ സക്കാത്ത് ഭംഗിയായ നിലയിൽ നിർവഹിക്കുന്നവരാണ്, അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ് എന്നൊന്നുമല്ല. അതിനൊക്കെ കൂലിയുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഹും, അവർ അൽ മുതഹബ്ബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ചങ്ങാതികളായവരാണ്. അവർ അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. വൽ മുതജാലിസൂന ഫില്ലാഹ്, അവർ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം ഇരുന്നവരാണ്, ദീൻ കേൾക്കാൻ വേണ്ടി ഒരുമിച്ചവരാണ്. അവരുടെ ചങ്ങാത്തം അങ്ങനെയായിരുന്നു. അവർക്ക് അല്ലാഹു തആല ആ ചങ്ങാതിമാർക്ക്, ആ കമ്പനിക്കാർക്ക്, ആ ഫ്രണ്ട്സിന്, ആ സർക്കിളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഇത്രയും വലിയ ദറജകളിൽ അവരെ ഇരുത്തുമത്രേ. വേറെ അമലൊന്നുമല്ല നബി തങ്ങൾ അവിടെ പഠിപ്പിച്ചത് ദീനിന്റെ വിഷയത്തിലുള്ള പരസ്പരം ചങ്ങാതിമാരാണ് അവർ എന്നാണ്. ഫ്രണ്ട്ഷിപ്പിന് പ്രസക്തി ഉണ്ടോ ദീനില്? ആലോചിച്ച് നോക്കിയേ, ഫ്രണ്ട്ഷിപ്പിൽ ദീനിന് പ്രസക്തി ഇല്ലേ? ആരെയാണ് ഫ്രണ്ടായിട്ട് കൂട്ടേണ്ടത്? ആരെയാണ് ഫ്രണ്ടായി നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഫോർവേഡ് ചെയ്ത് തരുന്ന, നീ ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് കേറി നോക്ക്, ഇതൊക്കെ അല്ലടാ ജീവിതം. The life is too short. ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. Let's enjoy your life. ജീവിതം ആസ്വദിക്കേ. ചില കാറുകളുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ലൈഫ് ഈസ് ടു ഷോർട്ട്. ജീവിതം വളരെ ചെറുതാണ്, അത് പരമാവധി എൻജോയ് ചെയ്യ്. നീ ഇങ്ങനെ പള്ളിയും ഈ നിസ്കാരവും താടിയൊക്കെ വെച്ചിട്ട് നടന്നോ? നമ്മൾ പരിഹസിക്കുക അതിന്റെ കൂടെ. ആരെയാണ് ചങ്ങാതിമാരാക്കേണ്ടത്? അങ്ങനെ പറയുന്നവന്റെ ലിസ്റ്റ് ആദ്യം വെട്ടിക്കണം. ചങ്ങാതിമാരാക്കണ്ട, മിണ്ടണ്ട എന്നല്ല, ബന്ധം വേണ്ട എന്നുമല്ല. ബന്ധമുണ്ടായിക്കോട്ടെ, മിണ്ടുകയും ചെയ്തോട്ടെ, സംസാരിക്കുകയും ചെയ്തോട്ടെ, ഇതൊന്നും ഒരു വിഷയമില്ല, അതിലൊന്നും ദീനിൽ എതിർപ്പുമില്ല. പക്ഷെ ഉറ്റ ചങ്ങാതിമാരായി കൂടെ കൂട്ടേണ്ടത് അങ്ങനെയുള്ളവരെയല്ല. ദീനിന്റെ വിഷയത്തിൽ നമുക്ക് സഹായികളാകുന്നവരെ കൂടെ കൂട്ടണം. മുഫസ്സിരിങ്ങളായ മഹാന്മാർ 5 ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഗുണം, ഒരു നല്ല ചങ്ങാതിയുടെ ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ? ഒരു നല്ല ചങ്ങാതിയുടെ ഒന്നാമത്തെ ഗുണം അൽ വഫാ എന്നാണ്. ചെയ്യുന്ന വാഗ്ദാനങ്ങളെ കൃത്യമായ നിലയിൽ പാലിക്കുന്നവനായിരിക്കണം അയാൾ. എപ്പോ വരും? വൈകുന്നേരം എത്തിക്കോളാം. നമ്മൾ വൈകുന്നേരം വരെ കാത്തിരിക്കുകയാണ്, വൈകുന്നേരം ആകാൻ വേണ്ടി. നമ്മൾ നമ്മുടെ പല പരിപാടികളും മാറ്റി വെച്ചു. വൈകുന്നേരം പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് അയാളെ കാണുന്നില്ല. വിളിച്ചു നോക്കി, പറയാണ് ഞാനത് വിട്ടുപോയി, ഞാനിപ്പോ കോയമ്പത്തൂരാണ്, ഞാനത് വിട്ടുപോയി. അൽ വഫാ, വാഗ്ദാന പൂർത്തീകരണം ഇല്ലാത്തവൻ നല്ല ചങ്ങാതിയല്ല. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ കാര്യം അതാണ്, വഫാ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ചങ്ങാത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വഫാ ആണ്. പറ്റ
പറ്റിക്കുന്നവനാവരുത്. പറയുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാത്തവനാകരുത്. വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുന്നവനാവണം. വഫിയായിരിക്കണം. അതിന് നിങ്ങൾ ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ കൂടെ കൂട്ടിക്കോ. പറ്റിക്കുന്നവരെ കൂടെ കൂട്ടരുത്, വഫ ഇല്ലാത്തവനെ കൂടെ കൂട്ടരുത്. രണ്ടാമതായി പറഞ്ഞത് സിദ്ഖാണ്, സത്യസന്ധത. കളവ് പറയുന്നവനാവരുത്. നേരത്തെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞതാണ്, കോയമ്പത്തൂരാണെന്ന് പറഞ്ഞതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മങ്ങാട്ടവരയിൽ ആളുണ്ട്. ആലോചിച്ച് നോക്കുക, നീ ഇത്രയും വേഗം കോയമ്പത്തൂരിന്ന് വന്നോ? അത് പെട്ടെന്നൊരു ബസ് കിട്ടി ചാടിക്കേറി വന്നതാണ്. ഇന്നും പറയാൻ മടിയില്ലാത്തവർ, മനസ്സിലാകുന്നുണ്ടോ? സത്യസന്ധതയില്ലാത്തവൻ, അസ്ദിഖ്, സത്യസന്ധതയില്ലാത്തവനെ കൂടെ കൂട്ടരുത്. അവർ നമ്മളെ ചതിച്ചു കളയും. നല്ല ചങ്ങാതിയല്ല. വഫാ ഇല്ലാത്തവൻ, സത്യസന്ധതയില്ലാത്തവൻ, സിദ്ഖില്ലാത്തവൻ. മൂന്നാമതായി പറഞ്ഞത് അൽ അമാന, വിശ്വസ്തത. ചങ്ങാത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പല രഹസ്യങ്ങളും പറയും. സഹോദരങ്ങളെ, ആത്യന്തികമായ ഒരു കാര്യം പറയട്ടെ, മറ്റുള്ളവനെ കുറിച്ചുള്ള ഒരു രഹസ്യവും മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കരുത്. ഒരാളുടെയും മനസ്സിൽ ലോക്കറൊന്നുമല്ല. ഒരു ചെറിയ പിണക്കത്തിൽ പലതും പലരുടെയും മനസ്സിൽ നിന്ന് തുളുമ്പിപ്പോകും. അത് നമ്മളെ വലിയ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കും. അമാനത്തില്ലാത്തവൻ, വിശ്വസ്തതയില്ലാത്തവൻ നല്ല ചങ്ങാതിയല്ല. വിശ്വസിക്കാനാവണം എല്ലാ കാര്യങ്ങളിലും. ഒന്ന്, വാഗ്ദാന പൂർത്തീകരണം ഉണ്ടാവണം. രണ്ടാമത്തത് വിശ്വസ്തതയുണ്ടാവണം, അമാനത്തുണ്ടാവണം. അമാനത്ത് വലിയൊരു വാക്കാണ്, അതിനെപ്പറ്റി തന്നെ ധാരാളം പറയാനുണ്ട്. പക്ഷെ വിശ്വസ്തത എന്ന ഒരൊറ്റ വാക്കിൽ ഞാനത് നിർത്തുന്നു. വിശ്വസ്തതയില്ലാത്തവനെ കൂടെ കൂട്ടരുത്. മൂന്നാമതായി സിദ്ഖ്, സത്യസന്ധതയാണ്. ഈ മൂന്ന് ഗുണങ്ങൾ കഴിഞ്ഞാൽ നാലാമത്തത് എന്താണെന്നറിയോ? നാലാമത്തത് മുഫസ്സിരീങ്ങൾ എഴുതിയത് അല്പം ചെലവഴിക്കാൻ മനസ്സുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. അൽ ബസിൽ എന്നുള്ളതാണ്. ചെലവഴിക്കാൻ ഒരൽപ്പം മനസ്സുള്ളവനായിരിക്കണം. സമ്പത്ത് മാത്രമല്ല, നന്മകൾ ചെലവഴിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. നിനക്കൊരു നന്മയുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്ന ആളായിരിക്കണം. എടാ, നീ അവിടെ പോയിക്കോ, നിനക്കത് കിട്ടും, അതെനിക്ക് കിട്ടിയതാണ്, നീയും പോയിക്കോ. മിനിമം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവനാവണം. എനിക്ക് മാത്രം കിട്ടിയാ മതി, തൽക്കാലം നിനക്ക് കിട്ടണ്ട എന്ന് ചിന്തിക്കുന്നവനാവരുത്. അൽ ബസിൽ, ചെലവഴിക്കാനുള്ള മനസ്സുള്ളവനായിരിക്കണം. അഞ്ചാമതായി എഴുതിയത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരം സ്നേഹബന്ധങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കുന്നവനാവണം എന്നുള്ളതാണ്. മറ്റുള്ളവന്റെ ഒരു അംഗീകാരത്തെ, അവന് ലഭിച്ച ഉയർച്ചയെ, അതിനെ പ്രശംസിക്കാനുള്ള കഴിവുണ്ടോ? നിനക്ക് ഫുൾ A+ കിട്ടിയോ? എനിക്ക് 2 നഷ്ടപ്പെട്ടു പോയി, എനിക്ക് 2 A ആണ്, നിനക്ക് ഫുൾ A+ ഉണ്ടോ? മാഷാ അല്ലാഹ് എന്ന് പറയാനുള്ള മനസ്സുള്ളവനായിരിക്കണം. അവനാണ് നല്ല ചങ്ങാതി. അല്ലാതെ അവന് 2 A+ കൂടുതൽ കിട്ടി, എനിക്കത് കിട്ടിയില്ല. അവന് കിട്ടാത്തതല്ല പ്രശ്നം, നിനക്ക് കിട്ടിയതാണ് അവന്റെ പ്രശ്നം. അങ്ങനെയുള്ളവനാവരുത്. A+ ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. ഈ 5 കാര്യങ്ങളെയും ദീനിലേക്ക് കൊണ്ടുവരണം. 5 കാര്യങ്ങളെയും ദീനിലേക്ക് കൊണ്ടുവരണം. ദീനിന്റെ വിഷയത്തിൽ വാഗ്ദാന പൂർത്തീകരണമുള്ളവനായിരിക്കണം. ദീനിന്റെ വിഷയത്തിൽ സത്യസന്ധനായിരിക്കണം. ദീനിന്റെ വിഷയത്തിൽ വിശ്വസ്തതയുള്ളവനായിരിക്കണം. ദീനീയായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നവനായിരിക്കണം. ദീനീയായ കാര്യങ്ങളെ പ്രശംസിക്കുന്നവനാവണം. സ്നേഹബന്ധമുണ്ടാവാൻ 3 വഴികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നല്ല ചങ്ങാതിമാരുണ്ടാകാൻ നല്ല 3 വഴികൾ നിങ്ങൾക്കറിയുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് ചങ്ങാതിമാർ തമ്മിൽ പരസ്പരം സലാം പറയുന്നവരാവണം എന്നതാണ്. പരസ്പരം സലാം പറയുന്നവരാവണം. ആ സലാമിന് വലിയ പവറുണ്ട് പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന വിഷയത്തിൽ. ഒന്നാമത്തത് സലാമായിരിക്കണം. രണ്ടാമത്തത്, കാണുമ്പോ നമ്മൾ സാധാരണ ഷേഖ് ഹാൻഡ് കൊടുക്കുമല്ലോ, അതിന് മുസാഫഹത്തിന്റെ നീയത്തിൽ ചെയ്യണം. പരസ്പരം സ്നേഹം വളരാൻ സലാമിനു ശേഷം മുസാഫഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹം ഉണ്ടാകാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം എന്നുള്ളതാണ്. കാശല്ല, എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം.
എന്തെങ്കിലും ഒരു ഹദിയ. അവൻ ഈ പറഞ്ഞതുപോലെ നല്ല മേന്മ കിട്ടി, നല്ല പഠിത്തത്തിൽ ഭയങ്കര റാങ്ക് കിട്ടി, ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ നിന്റെ മനസ്സിന് തോന്നണം. അവനൊരു വാച്ച് മേടിച്ചു കൊടുക്കാൻ തോന്നണം. എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കേട്ടോ, വാപ്പാടെ സമ്പാദ്യത്തിൽ നിന്നല്ല, സ്വന്തം സമ്പാദ്യത്തിൽ ഉണ്ടെങ്കിൽ നീ ഒരു ഷർട്ട് മേടിച്ചു, ഒരു 2 ഷർട്ട് മേടിക്കാൻ നിനക്ക് അതിനുള്ള കഴിവുണ്ട്, ത്രാണിയുണ്ട്, അത് മേടിക്കാനുള്ള മനസ്സുണ്ടാവണം. അവനൊരു ഓട്ട മത്സരത്തിന് പോവാണ്, അല്ലെങ്കിൽ അവനൊരു ഏതെങ്കിലും ഒരു നല്ല ഒരു മേഖലയിൽ ഒരു സെലക്ഷൻ കിട്ടി, നല്ല ഫുട്ബോൾ കളിക്കാരനാണ്, അവനൊരു ബൂട്ട് മേടിച്ചു കൊടുക്കാൻ നിന്റെ മനസ്സ് വരണം. ചെറിയ ചെറിയ കാര്യങ്ങൾ. നീ അതല്ല, സ്കൂൾ തുറക്കുന്ന സമയമാണ്, അവന്റെ അടുക്കൽ അത്രയും നല്ല സാധനങ്ങളൊന്നും മേടിക്കാനുള്ള പൈസയോ സംവിധാനങ്ങളോ ഇല്ല, നിനക്കതറിയാം, നിന്റെ കയ്യിൽ അതുണ്ട്, നീ അത് സമ്പാദിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിനക്കതിനുള്ള സൗകര്യമുണ്ട്. ഒരു ബാഗും ഒരു സെറ്റും നിനക്ക് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനാവണം. ഇത് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ, തഹാദു, തഹാബു, പരസ്പരം ഹദിയകൾ നൽകൂ, അങ്ങനെ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കൂ. ഈ 3 കാര്യങ്ങൾ നല്ല ചങ്ങാതിമാരുണ്ടാകാനുള്ള വഴികളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചങ്ങാതിയെ, ഒരു സുഹൃത്തിനെ കാണുവാൻ വേണ്ടി ഒരാൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് യാത്രയായി എന്ന് സങ്കല്പിക്കുക. വലിയ കാര്യമൊന്നല്ലേ ചെയ്തത്. തന്റെ വീട്ടിൽ നിന്ന് തന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ആക്റ്റീവ് എടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾക്കറിയുമോ അതിനുള്ള കൂലി എത്ര വലുതാണ് എന്ന്? നല്ല ചങ്ങാതിമാർക്ക് ദീൻ നൽകുന്ന പ്രോത്സാഹനവും പ്രാധാന്യവും അതെത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ പറയാണ്. ആരെങ്കിലും തന്റെ ഒരു ചങ്ങാതിയെ കാണാൻ, ഒരു സുഹൃത്തിനെ കാണാൻ, ഒരു കൂട്ടുകാരനെ കാണുവാൻ വീട്ടിൽ നിന്ന് രാവിലെ ആക്റ്റീവ എടുത്ത് പുറത്തേക്ക് പോയി, എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലാണ്. വേറെ ഒരു കാര്യമില്ല, ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആദ്യമായി നബി തങ്ങൾ പറയുകയാണ്, മലക്കുകൾ അവനോട് പറയും, തിബ്ത, നീ ചെയ്തത് ഭയങ്കര നല്ല കാര്യമാണ്, നിന്റെ നടത്തം അത് വളരെ നന്നായിരിക്കുന്നു, നീ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം, ഒരു വീട് നീ ഉറപ്പിച്ചിരിക്കുന്നു, നീ തയ്യാറാക്കിയിരിക്കുന്നു. വലിയ കാര്യമൊന്നുമല്ലേ ചെയ്തത്, ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ്, സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയതാണ്. ആ പോകുന്ന വഴിയിൽ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരാവശ്യത്തിന്റെയും പേരിലല്ല. അവനോട് ചോദിക്കപ്പെടും, നീ എന്തിനാണ് അയാളുടെ വീട്ടിലേക്ക് പോയത്? ഒന്നുമില്ല, നല്ലൊരു ചങ്ങാതിയാണ്, ദീനീയായ ചങ്ങാതിയാണ്, ഞാൻ അവനെ അള്ളാഹുവിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അതല്ലാത്ത വേറൊരു കാരണവും ഇല്ലേ? വല്ല പൈസ കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പഠിക്കാൻ കമ്പനി സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണോ? ഒന്നുമില്ല, വെറുതെ ഒന്ന് സന്ദർശിക്കാൻ പോയതാണ്. ഞാൻ അവനെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ദീനിയായ എന്റെ ഒരു ചങ്ങാതിയാണ്. സഹോദരങ്ങളെ, ആ മലക്ക് അവനോട് പറയുമെന്നാണ്, നീ ഏത് പ്രകാരം നിന്റെ സുഹൃത്തിനെ അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നു, ആ നിലയിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോ. ഏതൊരു അള്ളാഹുവിനെ വേണ്ടിയിട്ടാണോ നീ ആ സുഹൃത്തിനെ സ്നേഹിച്ചത്, ആ നിലയിൽ അള്ളാഹു അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങാതിമാർക്കിടയിലുള്ള മുഹബ്ബത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ 7 വിഭാഗം ആളുകൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവർ. അതിലൊരു വിഭാഗം ഇങ്ങനെയാണ്, റജുലാനി തഹാബ്ബാ ഫില്ലാഹ് വജ്തമഅ ഫില്ലാഹ് വതഫറഖാ ഫില്ലാഹ്. 2 ആളുകൾ, 2 മനുഷ്യർ, അവർ അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്, അതിനുവേണ്ടി ഒരുമിച്ചിരുന്നവരാണ്, അതിൽ മാത്രം പിരിഞ്ഞവരാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അവர்கள் ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ ചങ്ങാതിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അവர்கள். അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ചങ്ങാതിമാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂദർദാ ആണ്. ഇവർ ജാഹിലിയ്യത്തിലും ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, അവിടെയും കുറെ സംഭവങ്ങൾ എഴുതുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവും ജാഹിലിയ്യത്തിലും ഭയങ്കര ചങ്ങാതിമാരാണ്, ഭയങ്കര കൂട്ടുകാരാണ്.
അവര് തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴവും വലിയ വലുതാണ്. ഇതിനിടയിൽ അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നു. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു കലിമ ചൊല്ലി ദീൻ സ്വീകരിച്ചു. നേരെ ചെല്ലുന്നത് തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്, തന്റെ ചങ്ങാതിയുടെ അടുത്തേക്കാണ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. നോക്കുമ്പോ ആ വീട്ടിൽ സാധാരണ തന്റെ വീട്ടിലുള്ളതുപോലെ ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് കോലങ്ങളും ഒക്കെ ഉണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുക, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി മേടിച്ചിട്ട് ആ വിഗ്രഹങ്ങളെ മുഴുവനും അടിക്കാൻ തുടങ്ങി. സുഹൃത്തിന്റെ വീട്ടിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആ വിഗ്രഹങ്ങൾ അടിച്ചു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കയ്യിൽ കയറി പിടിച്ചു, നിനക്ക് എന്ത് പറ്റി? ദൈവങ്ങളെ തല്ലുന്നോ? നീ മതം മാറിയോ? അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പൊന്നുമോനെ, അതാണ് ഹഖ്. ഈ കല്ലിനെയും ഈ മണ്ണിനെയും പൂജിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നീ മനസ്സിലാക്ക്, ഇതുകൊണ്ട് നിനക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിനക്ക് ഒരു തിന്മയും ഇതിലൂടെ വരാൻ പോകുന്നില്ല. നാം തല്ലിയാൽ അത് തല്ലുകൊള്ളും, നാം പൊട്ടിച്ചു കളഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതല്ലാതെ മറ്റൊന്നുമല്ല ഇവകൾ, നാമായി സൃഷ്ടിച്ചവയാണ്. ചെറിയ ചെറിയ വാക്കുകൾ. അബൂദർദാ, നീ മതം മാറിയോ? ഞാൻ മുഹമ്മദിന്റെ അനുയായിയാണ്. പിന്നെ ഞാനുമാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നല്ല ചങ്ങാതിമാരെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഈ സ്നേഹബന്ധത്തെ മഹാന്മാര് കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണമായിട്ട്. സഹോദരങ്ങളെ, പരസ്പരം നന്മകൾ പറയുന്നവരെ കൂടെ കൂട്ടണം. തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവരെ ചങ്ങാതിമാരായി കൂടെ കൂട്ടരുത്. ചങ്ങാതിമാരായി കൂടെ കൂട്ടരുത്. അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ അനിയന്മാരെ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം, അവരുടെ ചങ്ങാതിമാരെ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സും മോശമായാൽ സ്വാഭാവികമായും നമ്മളിലും മോശത്തരം കടന്നുകൂടും. അനാവശ്യമായ കാര്യങ്ങൾ കടന്നുകൂടും. ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നു പോകും. സഹോദരങ്ങളെ, അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അൽ ഹബ്ബു ഫില്ലാഹ്, സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ വിഷയത്തിലാണ്, പിണങ്ങേണ്ടതും അല്ലാഹുവിന്റെ വിഷയത്തിലാണ്, കൊടുക്കേണ്ടതും അല്ലാഹുവിനെ മുൻനിർത്തിയാണ്, തടയേണ്ടതും അല്ലാഹുവിനെ മുൻനിർത്തിയാണ്. അൽ ഹബ്ബു ഫില്ലാഹ്, മൻ അഹബ്ബ ഫില്ലാഹ് വഅബ്ഗള ഫില്ലാഹ് വഅഅതാ ഫില്ലാഹ് വമനഅ ലില്ലാഹ്. ആരല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി പിണങ്ങുന്നു, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നു, അല്ലാഹുവിന് വേണ്ടി തടയുന്നു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവനാണ് ഈമാൻ പൂർത്തിയാക്കിയവൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഞാൻ ഈ പറയുന്നത് മുഴുവനും ഹദീസുകളാണ്, ഈ പറയുന്നത് മുഴുവനും ഖുർആൻ ഷരീഫിന്റെ ആയത്തുകളാണ്. അതുകൊണ്ട് ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ദീനിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ ചങ്ങാതിമാരെ കണ്ടെത്തണം. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും മടങ്ങുന്നു. ദീനിന്റെ വിഷയത്തിൽ നമ്മളെ സംശയത്തിൽ കൊണ്ടുപോയി ആക്കുന്നവർ, അവരെ ചങ്ങാതിമാരായി കൂടെ കൂട്ടരുത്. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് അത് ഈ ലിബറൽ ചിന്താഗതിയുള്ളവരാണെങ്കിലും നമ്മളുടെ ചില സുഹൃത്തുക്കളുണ്ട് കേട്ടോ, അവരുടെ അറിവില്ലായ്മയുടെ പേരിൽ അത്തരം കെണികളിൽ പെട്ടുപോയവർ. ഞാനിപ്പോ വലിയ മതപരമായ കാര്യങ്ങളിലൊന്നും ഇല്ല എന്ന് പരസ്യമായി പറയുന്നവർ, എനിക്കിപ്പോ അതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് പറയുന്നവർ, അതൊക്കെ ഒരു കോമഡിയല്ലേ, ഡ്രാമയല്ലേ എന്ന് പറയുന്നവർ, അതൊക്കെ വേഷം കെട്ടല്ലേ എന്ന് പറയുന്നവർ, ഈ വാക്കുകളൊക്കെ ഇന്ന് സർവ്വസാധാരണമാവുകയാണ്. സർവ്വസാധാരണം. സഹോദരങ്ങളെ, അത്തരം ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവരെ ചങ്ങാതിമാരായി കൂടെ നിർത്തരുത്. നമ്മുടെ യാത്രകളിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇടങ്ങളിൽ അവരെ ഉറ്റമിത്രങ്ങളായി കൂടെ കൂട്ടാൻ ദീൻ അനുവദിക്കുന്നില്ല. ദീൻ അനുവദിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ളവരെയാണ്. ആ ഗുണങ്ങളുള്ളവരാണ് നമുക്ക് ആഖിറത്തിലും ചങ്ങാതിമാരായി വരുന്നവർ, ആഖിറത്തിലും വലിയ ദറജകൾ നമുക്ക് നേടിത്തരുന്നവർ, അള്ളാഹുവിന്റെ സ്നേഹം നേടിത്തരുന്നവർ, അർശിന്റെ തണൽ നേടിത്തരുന്നവർ, ആഖിറത്തിൽ വലിയ ഇരിപ്പിടങ്ങൾ ലഭിക്കാൻ നമുക്ക് കാരണങ്ങളാകുന്നവർ. എത്രയോ ഹദീസുകളാണ് ആ വിഷയത്തിൽ. സഹാബാക്കളുടെ എത്രയോ സംഭവങ്ങളാണ് നല്ല ചങ്ങാതിമാരുടെ വിഷയത്തിൽ. അതാണ് ഖുർആനിലെ കൂട്ടുകാർ എന്ന് പറയുന്ന ശീർഷകത്തിന്റെ പ്രത്യേകത. സൂറത്തുൽ ഫുർഖാൻ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. യൗമ യഉദ്ദുൽ ളാലിമു അലാ യദൈഹി, അന്ന് ആ അക്രമി കൈകടിക്കും. വയഖൂലു, എന്നിട്ട് അയാൾ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല,
എനിക്ക് നബിയോടൊപ്പം സഞ്ചരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നവൻ പറയും. യാ വൈലത, എനിക്ക് വന്ന നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അയാളെ സ്നേഹിതനായി എന്റെ കൂടെ കൂട്ടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് നേർമാർഗം വന്നതിനു ശേഷവും അവൻ എന്നെ നേരായ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞല്ലോ. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹു പറയുന്നു, വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചങ്ങാതിമാരുടെ വിഷയത്തിലും ദീനിന് ക്രൈറ്റീരിയ ഉണ്ട്. ദീനിന് കൃത്യമായ ഒരു അതിർവരമ്പുകളുണ്ട്. ദീൻ അതിലും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നല്ല ചങ്ങാതിമാർ നമ്മളെ ആഖിറത്തിൽ ഉന്നത ദറജകളിലേക്ക് എത്തിക്കും. മോശമായ ചങ്ങാതിമാർ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, നേരായ മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ ചങ്ങാതിമാരെ നല്ല ചങ്ങാതിമാരായി അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. അത്തരത്തിലുള്ള ഒരു ചങ്ങാതി കൂട്ടമാണ് യഥാർത്ഥത്തിൽ കാഫില എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംഘം. ഈ സംഘത്തിന് മറ്റ് അജണ്ടകളോ അനാവശ്യമായ മറ്റ് ചിന്തകളോ മറ്റ് ഏതെങ്കിലും നിലയിലുള്ള ചർച്ചകളോ ദീനല്ലാത്ത ഏതെങ്കിലും അജണ്ടകളോ ഈ കൂട്ടായ്മയ്ക്കില്ല. ഈ കൂട്ടായ്മ പരസ്പരം സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് നമ്മളുടെ ചങ്ങാതിമാരിൽ ഇത്തരത്തിൽ ചിന്തകളുള്ളവർ കൂടുതലായി ഉണ്ടാവട്ടെ. അതല്ലാത്തവരെ നാം കരുതിയിരിക്കുകയും ഉറ്റമിത്രങ്ങളായി കൂടെ കൂട്ടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി.